ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു വോമ ഫ്രഷ്. ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് പഴംപൊരി. സാധാരണയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതും ചൂട് ചായയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ കുറച്ച് എരിവോടുകൂടിയ മസാല പഴംപൊരിയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനായി വേണ്ടത് 1 കപ്പ് മൈദയാണ്. ഇതിൽ 2 നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഇത് 4 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ്. കപ്പളവിലാണെങ്കിൽ 1/3 കപ്പാണ് ഇത് എടുക്കേണ്ടത്. അടുത്തതായി വേണ്ടത് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ റവ, 1 ടീസ്പൂൺ ചതച്ച മുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 നുള്ളു അയമോദകം, പിന്നെ 1 തണ്ട് കറിവേപ്പില ചെറുതായി നുറുക്കിയതും കൂടെയാണ്. ഏത്തപ്പഴം പഴുത്തത് 4 എണ്ണമാണ് ഇതിന് വേണ്ടത്. ഓരോ പഴവും നീളത്തിലുള്ള 3 കഷ്ണങ്ങളാക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതുപോലുള്ളൊരു വിസ്ക് കൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടയില്ലാതെ ബാറ്റർ റെഡിയായി കിട്ടുന്നതാണ്. ബേക്കിംഗ് സോഡ ചേർത്ത് വെച്ചിട്ടുള്ള മൈദയിലേക്ക് കടലപ്പൊടി, മുളക് പൊടി, റവയ്ക്ക് പകരം അരിപ്പൊടിയും ചേർക്കാവുന്നതാണ് കേട്ടോ. ചതച്ച മുളക്, പെരിഞ്ജീരകം, അയമോദകം, ചെറുതായി നുറുക്കിയ വേപ്പില എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെയായി മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയാക്കി എടുക്കുക. 1 കപ്പ് വെള്ളമാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. ബാറ്റർ അത്യാവശ്യം തിക്ക് തന്നെ ആയിരിക്കണം, ലൂസായി പോകരുത്. അതിനുശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി ചീനച്ചട്ടിയിൽ വറുക്കാൻ ആവശ്യമായ എണ്ണ ചേർത്തൊന്ന് ചൂടായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അതിനുശേഷം പഴം ബാറ്ററിൽ മുക്കി നന്നായി കോട്ട് ചെയ്തതിന് ശേഷം എണ്ണയിലേക്കിട്ട് 2 വശങ്ങളും ആയി കഴിയുമ്പോൾ വറുത്ത് കോരുക. എല്ലാ പഴത്തിൻ്റെയും സ്ലൈസസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മസാല പഴംപൊരി ഇവിടെ റെഡിയാണ്. ആവി പറക്കുന്ന ചായക്കൊപ്പവും ബീഫ് കറിക്കൊപ്പവും മൊരിഞ്ഞ് അത്യാവശ്യം എരിവോടും അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന മധുരത്തോടും കൂടിയ മസാല പഴംപൊരി ഒരു കിടിലൻ കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.